ബോബാ, മോളി, നിങ്ങൾ പോയി ആ പശുവിനെ ഒന്ന് അഴിച്ചു കെട്ട്. രാവിലെ കൊണ്ട് കെട്ടിയതാ, ഇപ്പൊ പുല്ലൊക്കെ തീർന്നു കാണും. ബോബാ, പശുവിനെ ആ തോട്ടിൻ കരയിലല്ലേ കെട്ടിയേക്കുന്നേ? നോക്കടി, അതെന്താ വള്ളി പോലെ കിടക്കുന്നത്? വാ, നമുക്കത് എന്താന്ന് നോക്കാം. ഏയ്, അങ്ങോട്ട് പോകരുത്. അവിടെ കരണ്ട് കമ്പി പൊട്ടി വീണ് കിടക്കുക. ഇപ്പൊ ഞാൻ കണ്ടതുകൊണ്ട് ഭാഗ്യമായി, അല്ലെങ്കിൽ അപകടമായേനെ. പൊട്ടി വീണ കമ്പിയിൽ കറണ്ട് ഉണ്ടാകുമോ ആശാനെ? കരണ്ട് കമ്പിയൊക്കെ പൊട്ടി വീണാൽ ഓട്ടോമാറ്റിക്കായി ഇലക്ട്രിസിറ്റി കട്ടാവും. പക്ഷെ എപ്പോഴും അങ്ങനെ കട്ടാവണമെന്നില്ല. അതുകൊണ്ട് എപ്പോ വൈദ്യുത ലൈൻ പൊട്ടി വീണ് കിടക്കുന്നത് കണ്ടാലും അതിനെ സമീപിക്കരുത്. സമീപിച്ചാൽ എന്താ കുഴപ്പം? നമ്മളതിൽ തൊടുന്നില്ലല്ലോ. പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ കരണ്ട് ഉണ്ടെങ്കിൽ അതിൽ തൊടണമെന്നില്ല. സമീപത്തു കൂടി പോയാൽ തന്നെ ഷോക്ക് അടിച്ച് അപകടമുണ്ടാകാം. പൊട്ടി വീണ ലൈൻ വഴി നനവുള്ള തറയിൽ കരണ്ടുമുണ്ടാവാം. വല്ല തോട്ടിലെങ്ങാനുമാണ് ലൈൻ പൊട്ടി വീണതെങ്കിൽ ആ തോട്ടിൽ ഇറങ്ങിയാൽ തന്നെ ഷോക്കടിക്കും. മരണം വരെ സംഭവിക്കും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? എത്രയും വേഗം ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസിൽ വിവരം അറിയിക്കണം. അവർ ലൈൻ ഓഫ് ചെയ്ത ശേഷം അത് നേരെയാക്കിക്കൊള്ളും. അതുവരെ മനുഷ്യരോ മൃഗങ്ങളോ അതിന്റെ സമീപം പോകാതെ ശ്രദ്ധിക്കണം. കരണ്ട് കമ്പി പൊട്ടിക്കിടക്കുന്നത് കണ്ടാൽ അതിന് സമീപം പോവുകയേ ചെയ്യരുത്. എത്രയും വേഗം 1912 വിവരം അറിയിക്കുക. KSEB, കേരളത്തിന്റെ ഊർജം.